അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു ക്ലിപ്പും ഈ ഒരു വോയിസും ടെക്സ്റ്റും കുറേ കാലമായി ഇങ്ങനെ ഓടും. ഇത് പറയണ്ടെന്ന് കരുതി കുത്തിരുന്നതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതായത് നമ്മുടെ നേതാക്കളും അവരും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. ഹക്കീം ഫൈസിയെ മാറ്റുക. ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും ഇനി സമസ്ത തയ്യാറല്ല. തീരുമാനം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് ആ തീരുമാനം നടപ്പാക്കാനും തീരുമാനിച്ചു. എന്നാൽ പകരം ആരെ വെക്കും എന്നുള്ള ചർച്ച വന്നു. പകരം തത്വത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാളെ. ഇതിപ്പം എന്തു വന്നാലും പാടില്ല, ഞാൻ പറയാനുള്ളത് പറയാം. രണ്ടു കൂട്ടർക്കും സമ്മതിക്കാൻ പറ്റുന്ന ഒരാളെ അന്നത്തെ ചർച്ചയാണ്. ഇപ്പോഴത്തല്ല, അന്ന് ആദ്യഘട്ടത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ എന്നുള്ള നിലയിൽ അന്ന് തങ്ങളോട് അവർ തീരുമാനത്തിലെത്തിയിരുന്നത് സമദ് പൂക്കോട്ടൂരിനെയാണ്. അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെ CISന്റെ സെക്രട്ടറി ആക്കുക. അന്ന് സമദ് പൂക്കോട്ടൂർ സജീവമായിട്ട് എവിടുക്കുണ്ടായിരുന്നോ ഇല്ല, മൂപ്പര് സമസ്തയുടെ കൂടെ തന്നെ ആയിരുന്നു താനും. അന്ന് CISന്റെ സെക്രട്ടറിയായി സമദ് പൂക്കോട്ടിനെ വെക്കാനും തീരുമാനിച്ചു. സമസ്ത തീരുമാനിച്ചു, മധ്യസ്ഥന്മാരും സമസ്തയും തീരുമാനിച്ചതിന് ശേഷം എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കാനും തീരുമാനിച്ചു. ഈ പ്രഖ്യാപിക്കുക എന്ന് തീരുമാനിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, എന്നാ ഇത് തങ്ങൾ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ, തങ്ങൾ പറഞ്ഞോട്ടെ, ഇത് പ്രഖ്യാപിക്കാനാണ് തങ്ങളെ ഏൽപ്പിക്കുന്നത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി തങ്ങൾ കാര്യങ്ങൾ ചെയ്തോളി എന്നല്ല പറഞ്ഞത്. ഈ കാര്യങ്ങൾ സമസ്ത എല്ലാം തീരുമാനമൊക്കെ പറഞ്ഞു. തങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാരും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ഇരിക്കുന്നോടത്ത് തീരുമാനം പറഞ്ഞു. ഈ തീരുമാനം പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിക്കണം. അത് സാദിഖ് അലി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം? സമസ്ത എടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം. അത് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഇപ്പോൾ നമ്മളറിയില്ലോ. ആവുത്തപ്പള്ളിയിൽ കിണറുള്ളപ്പോൾ ആരും അറിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? ജിഫ്രി തങ്ങളും ആലുട്ടി ഉസ്താദും ചെന്ന് എല്ലാവരും പോയി പറഞ്ഞു, ഞങ്ങൾ ഇത് ഇങ്ങനെ തീരുമാനം നമ്മൾ പറയണ്ട, തങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതായത് മധ്യസ്ഥന്മാരും സമസ്തയും എടുത്ത തീരുമാനം അത് CICയിൽ നടപ്പാക്കാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിച്ചു. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് ആ തീരുമാനം ഇതാണ്: CICയുടെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് ഹക്കീം ഫൈസി ആദർശിനെ ഒഴിവാക്കാനും രണ്ടു കൂട്ടർക്കും ഒരു സമ്മതം എന്നുള്ള നിലയിൽ സമദ് പൂക്കോട്ടൂരിനെ CICന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ പുറത്ത് വന്ന് നോക്കുമ്പോൾ വന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദിന് 100 മാർക്ക്, മൂർഖനേക്കാൾ വലിയ കരിമൂർഖൻ. അതെങ്ങനെ അംഗീകരിക്കുക? ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് ഇവരിത് കൊട്ടിഘോഷം കൊണ്ട് നടക്കുകയാണ്, തങ്ങളെ എല്ലാം ഏൽപ്പിച്ചില്ലേ. പിന്നെ തങ്ങൾക്കൊരു മോശത്തരം വരണ്ടല്ലോ വെച്ചിട്ട് നമ്മളെ നേതാക്കൾ ഇത് പറഞ്ഞില്ല. രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ, അത് പൂക്കോട്ടൂർ ആവട്ടെ എന്നുകൂടി, പൂക്കോട്ടൂരിനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ പുറത്തു വിടാത്ത എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും പരിക്ക് അവർക്ക് ആർക്കും ഏൽക്കണ്ട. ഇതിലിങ്ങനെ കുറേ വിഷയങ്ങൾ വേറെയുണ്ട്. ആർക്കും ഒരു പരിക്ക് ഏൽക്കണ്ട, അതെങ്കിലും നേരായി പോട്ടെ വെച്ചിട്ട് പറയും. അത്രയും അത് കാത്തിരിക്കണം. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും കുത്തിത്തിരിപ്പേറ്റ് നടക്കുക. തങ്ങളെയല്ല ഏൽപ്പിച്ച എന്തിനാ? സമസ്ത എടുത്ത ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കണം. നിങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. തീരുമാനം നമ്മളിപ്പോൾ അങ്ങനെ പറയണ്ടെന്ന് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. നമ്മളെ നേതാക്കൾ അവിടെയും താന്നു കൊടുത്തു. അങ്ങനെ ആയിക്കോട്ടെ, എന്നാ ക്രെഡിറ്റ് തങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്കാരും ക്രെഡിറ്റ് ഉണ്ടല്ലോ. അത് ചിന്തിച്ചിട്ടല്ല, അങ്ങനെ ആയിക്കോട്ടെ, തങ്ങൾ പറയട്ടെ ആണ്. പക്ഷേ പുറത്തു വന്ന എന്താ? ബഹുമാനപ്പെടും അമീദ് ഫൈസി പറഞ്ഞ അതേപോലെ മൂർഖനേക്കാൾ വലിയ കരിമൂർഖൻ വന്നു. അംഗീകരിക്കാൻ കഴിയില്ല. സമസ്ത എടുത്ത തീരുമാനം അത് നടപ്പാക്കാനാണ് തങ്ങളെ ഏൽപ്പിച്ചത്. മനസ്സിലായി നിങ്ങൾക്ക്? സമസ്ത എടുത്ത് എല്ലാ മധ്യസ്ഥന്മാർ കൂടി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാനാണ് ഏൽപ്പിച്ചത്. അതല്ല നടപ്പായത്. അതന്നെയാണ് പുറത്തു വന്നത്. പിന്നെ എന്താ പരസ്യമായിട്ട് പറയാത്തതിൻ്റെ കാരണം ഇതാണ്. ഇത് നമുക്കാർക്കും അറിയിട്ടല്ല. പിന്നെ എത്ര വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ മൂടിയേക്കുക, അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയുന്നത്. സംഗതി യാഥാർത്ഥ്യം അങ്ങനെയാണ്. ആ തീരുമാനം നടപ്പാക്കിക്കണമെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും നടക്കൂലായിരുന്നു. എന്ത് കരുതിയാലും പാടില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വല്ലാഹു അഅലം ബിസ്സവാബ്.